തല ഭിത്തിയിൽ വെച്ച് അടിച്ചൊരയ്ക്കുവാണ് ചെയ്തത്. ആ ശരീരത്തിൽ തുടരെ തുടരെ വാക്കത്തിയും കോടാലിയും കൊണ്ട് വെട്ടുമായിരുന്നു. ശരിക്കും പറഞ്ഞാൽ തലയോട്ടി 4 വെട്ടിപ്പിളർന്ന് തലച്ചോറ് ഉൾപ്പെടെ പുറത്ത് ചാടിയ നിലയിലായിരുന്നു. എനിക്ക് തോന്നുന്നു ഏറ്റവും ക്രൂരമായിട്ട് കൊല ചെയ്യപ്പെട്ടതിൽ ആ കുഞ്ഞായിരുന്നു. അപ്പോൾ സത്യം പറഞ്ഞാൽ വളരെ പേടിപ്പെടുത്തുന്ന ഒരു ഓർമ്മകളാണ് ഓരോരുത്തർക്കും വരുന്നത് എന്നാണ്. ആന്റണി പിടികൂടുന്നത് ആഴ്ചകൾക്ക് ഇപ്പുറമാണ്. അന്ന് കൊച്ചുറാണി പറഞ്ഞ ആ വാക്കാണ് ആന്റണിയെ ഇത്രയും പ്രകോപിപ്പിച്ചത്. 2000ങ്ങളുടെ തുടക്കത്തിൽ ആലുവ നഗരത്തെ തന്നെ ഞെട്ടിച്ച ഒരു കൊലപാതകം. ഒരു വീടിനുള്ളിൽ 6 പേരെ അതിക്രൂരമായി കൊലപാതകം ചെയ്തൊരു സംഭവമാണ് ആലുവ കൂട്ടക്കൊലപാതകം. അന്ന് എനിക്ക് തോന്നുന്നു ഈ വ്യൂവർ ഡിസ്ക്രിപ്ഷൻ ഒന്നും ഇല്ലായിരുന്ന സമയത്ത് മാധ്യമങ്ങളിലടക്കം ഇതിന്റെ വിഷ്വൽസ് അടക്കം നമ്മൾ കണ്ടിട്ടുണ്ട്. ഇന്നും യൂട്യൂബിലടക്കം എനിക്ക് തോന്നുന്നു അത് അവൈലബിൾ ആണെന്ന് തോന്നുന്നു. എന്താണ് ഈ കൊലപാതകത്തിന്റെ പശ്ചാത്തലം? അതായത് 2001 ജനുവരി മാസത്തിലാണ് ഈ പറഞ്ഞ ആലുവ കൂട്ടക്കൊലപാതകം നടക്കുന്നത്. 6 പേരാണ് അതിപൈശാചികമായിട്ട് കൊല്ലപ്പെട്ടത്. അതും കുടുംബ സുഹൃത്ത് ആന്റണിയാണ് ഈ കൊലപാതകം മുഴുവനും നടത്തിയത്. ശരിക്കും സംഭവത്തിന്റെ പശ്ചാത്തലം എന്ന് പറയുന്നത്, ഇവര് ഈ പറയുന്ന 6 പേരടങ്ങുന്ന കൂട്ടുകുടുംബം, അങ്ങനെ നമുക്ക് അതിന് വേണമെങ്കിൽ പറയാൻ സാധിക്കും. അവരുടെ സുഹൃത്ത് ഈ പറയുന്ന ഫാമിലി സുഹൃത്ത് ആന്റണി. അപ്പം അഗസ്റ്റിൻ, അതുപോലെ തന്നെ അഗസ്റ്റിൻ്റെ ഭാര്യ ബേബി, പിന്നെ ബേബി ഇവരുടെ 2 പേരുടെയും 2 മക്കള്, അമ്മ ക്ലാര, അതുപോലെ ഇവരുടെ സഹോദരി കൊച്ചുറാണി. അതെ, ഇത്രയും പേരുണ്ട്. അപ്പോൾ ഇവരൊരിക്കൽ ഒരു ദിവസം ഈ വീട്ടിൽ അമ്മയും കൊച്ചുറാണിയും വീട്ടിലിരിക്കുന്ന സമയത്ത് ബാക്കി ആ 4 പേരും വീട്ടുകാർ, അതായത് അഗസ്റ്റിനും അഗസ്റ്റിൻ്റെ ഭാര്യയും മക്കളും കൂടി സിനിമ കാണാൻ പോയി. അന്ന് ഈ ജോക്കർ സിനിമ ഇറങ്ങിയ സമയമാണ്. അപ്പോൾ ആ കാലഘട്ടമാണ്. അപ്പോൾ ഇവരെല്ലാവരും കൂടി സിനിമ കാണാൻ പോയി. അപ്പോൾ പോകുന്ന വഴിക്ക് ഈ പറയുന്ന ആന്റണീനെയും ഇവർ വഴിക്ക് വെച്ച് കാണുന്നുണ്ട്. അപ്പോൾ ആന്റണി അതിൻ്റെ പിറ്റേ ദിവസം, ഇവർ സിനിമയ്ക്ക് പോയതിൻ്റെ പിറ്റേ ദിവസം ഗൾഫിൽ പോകാൻ തയ്യാറെടുക്കുക. ഗൾഫിൽ പോകാൻ തയ്യാറെടുക്കുന്ന സമയത്ത് ഇതിൻ്റെ ഇടയിൽ ഒരു ചെറിയ കഥ എന്ന് പറയുന്നത്, ഈ പറയുന്ന അഗസ്റ്റിൻ്റെ അനിയത്തി, അതായത് കൊച്ചുറാണിയും ഈ പറയുന്ന ആന്റണിയും തമ്മിൽ പ്രണയത്തിലായിരുന്നു. ചെറിയൊരു അടുപ്പം ഇവർ തമ്മിലുണ്ടായിരുന്നു. അപ്പോൾ ആന്റണി ഗൾഫിൽ പോവുകയാണല്ലോ, അപ്പോൾ കുറച്ച് പൈസയൊക്കെ കൊടുത്ത് സഹായിക്കാമെന്ന് ഈ പറയുന്ന കൊച്ചുറാണി പറഞ്ഞിരുന്നു. അപ്പോൾ അത് മേടിക്കാനാണ് ശരിക്കും ഈ പറയുന്ന ആന്റണി ഇവരുടെ വീട്ടിൽ പോയത്. അവർ തമ്മിൽ ഒരു അടുപ്പം ഉണ്ടായിരുന്നു. അപ്പോൾ ആ അടുപ്പത്തിന്റെ പുറത്ത് കൊച്ചുറാണി എന്ത് ചെയ്തു, ഗൾഫിൽ പോവുമല്ല, ഞാൻ പൈസ വന്ന് സഹായിക്കാമെന്ന് ഈ പറയുന്ന ആന്റണിയോട് പറയുന്നു. ആന്റണി എന്ത് ചെയ്തു, അത് കേട്ട് ഗൾഫിൽ പോകുന്നതിൻ്റെ തലേ ദിവസം വന്ന് ഈ പറയുന്ന പൈസയൊക്കെ മേടിക്കാമെന്ന് കരുതി ചെല്ലുന്നു. അപ്പം അന്ന് ഈ കൊച്ചുറാണിയും ഈ പറയുന്ന അമ്മയും, അതായത് അഗസ്റ്റിൻ്റെ അമ്മ ക്ലാരയും മാത്രമേ വീട്ടിലുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഈ പറയുന്ന യാത്രയൊക്കെ പറയാൻ വേണ്ടിയിട്ട് ചെന്ന് കഴിഞ്ഞ് യാത്രയൊക്കെ പറഞ്ഞ് ഇവരിങ്ങനെ ആന്റണി പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ പൈസയുടെ കാര്യം കൊച്ചുറാണിയുടെ അടുത്ത് ചോദിച്ചു. തരാമെന്ന് പറഞ്ഞ പൈസ തന്നില്ലല്ലോ, എത്ര രൂപയാ എന്നുള്ള രീതിയിൽ അവർ തമ്മിലുള്ള ഒരു സംസാരം നടന്നു. കൊച്ചുറാണി എന്ത് ചെയ്തു, കൈ മലർത്തി കാണിച്ചു, എൻ്റെ പൈസ ഇല്ല. ഇത് ഈ പറയുന്ന ആന്റണിക്ക് രസിച്ചില്ല. ആന്റണി സത്യത്തിൽ അന്ന് ഒരു മൃഗമായിട്ട് മാറി എന്ന് വേണമെങ്കിൽ പറയാം. അത്രയും നാളും ചിരിച്ചു കളിച്ച ആ കുടുംബത്തോടൊപ്പം, അതായത് ഈ ആന്റണിക്ക് ഒരു പ്രത്യേകത ഉണ്ടായിരുന്നു. അഗസ്റ്റിന് എല്ലാ വിധത്തിലുള്ള സ്വാതന്ത്ര്യവും ഈ ആന്റണിക്ക് ആ വീട്ടിൽ നൽകിയിരുന്നു. അത് ശരിക്കും പറഞ്ഞാൽ ആർക്ക് ദോഷം ചെയ്തു? അഗസ്റ്റിൻ്റെ കുടുംബത്തിന് ദോഷം ചെയ്തു എന്ന് പറയാം. ആ കുടുംബം മുറ്റോടെ ഇല്ലാതാക്കി എന്ന് വേണമെങ്കിൽ പറയണം. അങ്ങനെ ഈ പൈസ കൊച്ചുറാണി നൽകില്ല, അല്ലെങ്കിൽ കൊച്ചുറാണി കൈമലർത്തി കഴിഞ്ഞപ്പോൾ ആന്റണി അവിടെ ഒരു മൃഗമായിട്ട് മാറി സത്യത്തിൽ. അപ്പം തന്നെ പിന്നീട് ചോദ്യം പറച്ചിലും ഒന്നുമില്ല. ആദ്യം തന്നെ ഈ പറയുന്ന കൊച്ചുറാണീനെ ഭിത്തിക്ക് വെച്ച് ആ കൊച്ചുറാണിയുടെ തല ഭിത്തിയിൽ വെച്ച് അടിച്ചൊരയ്ക്കുവാണ് ചെയ്തത്. അതെ. അപ്പം ആ ക്രൂരത മനസ്സിലാക്കണം. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പൈസ ചോദിച്ചിട്ട് അല്ലെങ്കിൽ ആ സമയത്ത് കിട്ടാതെ വന്നപ്പോഴുണ്ടായ ഒരു പ്രതികാരം എന്താണെന്നുള്ളത്. ഇത് കണ്ടുവന്ന ഈ കൊച്ചുറാണിയുടെ കരച്ചിൽ കേട്ട് അല്ലെങ്കിൽ ആ ബഹളം കേട്ട് ഓടി വന്ന അഗസ്റ്റിൻ്റെ അമ്മ ക്ലാര, ഈ പറയുന്ന ക്ലാരേനെ ഇരുമ്പ് സ്റ്റൂൾ കൊണ്ട് തലക്കടിച്ച് വീഴ്ത്തുവാണ് ഈ പറയുന്ന ആന്റണി ചെയ്തത്. അപ്പോൾ നമ്മളൊന്ന് ചിന്തിച്ച് നോക്കണം, അന്ന് ആ രാത്രി ശരിക്കും പറഞ്ഞാൽ ആ വീട്ടിൽ നടന്ന ആ കൊലപാതകം എന്താണെന്നുള്ളത്. എന്നിട്ട് എന്ത് ചെയ്തു, ഈ പറയുന്ന ആന്റണി ഈ കൊലപാതകം ഇവർ മരിച്ചു എന്നുള്ളത് ഉറപ്പിക്കുന്നതിന് വേണ്ടി ആ ശരീരത്തിൽ തുടരെ തുടരെ വാക്കത്തിയും കോടാലിയും കൊണ്ട് വെട്ടുമായിരുന്നു. ശരിക്കും പറഞ്ഞാൽ നമ്മൾ ശരിക്കും ആ വലിയൊരു വീട്ടിൽ, ഈ അഗസ്റ്റിൻ്റെ ആ ഒരു വലിയ വീട്ടിൽ ആ കൊലപാതകം നടന്ന് രക്തപ്പുഴ ഒഴുകി കിടക്കുന്നു. ശരിക്കും ഒന്ന് ചിന്തിച്ച് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ ഭീകരത എന്താണെന്ന് മനസ്സിലാവും. അങ്ങനെ ഇരിക്കെ ഇവർ ജോക്കർ സിനിമയൊക്കെ കണ്ട് ഈ അഗസ്റ്റിനും അഗസ്റ്റിൻ്റെ ഭാര്യ 2 മക്കൾ എല്ലാവരും തിരിച്ചു വന്നു കഴിഞ്ഞപ്പോൾ ഇവർ വിളി കേൾക്കുന്നില്ല എന്ന് പറഞ്ഞാൽ വാതിൽ അടച്ചിട്ടേക്കുക.
തുറക്കണമല്ലോ വാതിൽ മുട്ടുമ്പോൾ. വാതിൽ മുട്ടിയിട്ട് ഇവർ തുറക്കുന്നില്ല. തുറക്കാതെ ഇവരെന്ത് ചെയ്തു, വീടിൻ്റെ ബാക്ക് വശം ചെന്നു. ബാക്ക് വശം ചെന്ന് കഴിഞ്ഞപ്പോൾ കാണുന്നത് സ്വന്തം അമ്മയും സ്വന്തം പെങ്ങളും രക്തത്തിൽ കുളിച്ച് കിടക്കുന്നതാണ്. അപ്പോൾ ഈ വർക്ക് ഏരിയയിൽ ഈ കൊലപാതകം രണ്ടും നടത്തിയിട്ട് ഈ ആന്റണി നിൽക്കുന്നുണ്ട്. കാരണം അവരെയും കൂടി കൊല്ലണം. അതാണ് ആന്റണിയുടെ ചിന്ത. അത് വേറൊന്നും കൊണ്ടല്ല, വീട്ടിലേക്ക് പോകുന്നത് കണ്ടല്ലോ. ഇവരെ കണ്ടിട്ടാണ് ഈ പറയുന്ന ആന്റണി ചെന്നേക്കുന്നത് വീട്ടിലേക്ക്. അപ്പൊ സ്വാഭാവികമായിട്ടും ഇവരെയും കൂടി കൊല്ലണം എന്നൊരു ചിന്ത ആന്റണിയുടെ ഉള്ളിൽ വരുക. ആദ്യം അഗസ്റ്റിനെ കൊന്നു, അത് കഴിഞ്ഞ് ഭാര്യ ബേബി. ഇത് കണ്ട് ഓടി വന്ന മകളെയും അതിക്രൂരമായിട്ട്, ക്രൂരം എന്ന് പറഞ്ഞാൽ വാക്കത്തി കോടാലി കൊണ്ട് വെട്ടി 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 കൊലപ്പെടുത്തുകയാണ് ചെയ്തത്. ഇതിനെല്ലാം ശേഷം ഏറ്റവും സങ്കടകരമായ ഒരു കാര്യം എന്ന് പറയുന്നത്, ഈ പറയുന്ന ആന്റണിയുടെ അടുത്ത് ഇവരുടെ ഏറ്റവും ഇളയ മകൻ ചെന്ന് കെട്ടിപ്പിടിച്ച് കരയുവാണ്, അങ്കിളെ എന്നെ ഒന്നും ചെയ്യല്ലേ എന്ന്. ശരിക്കും പറഞ്ഞാൽ നമ്മളത് ആ ഒരു കഥ കേൾക്കുമ്പോൾ നമുക്ക് അത്ര സങ്കടം വരുന്നത്, ആ കുഞ്ഞു മകൻ ചെന്ന് ഈ പറയുന്ന അച്ഛനെ കൊന്നു, അമ്മയെ കൊന്നു, സ്വന്തം ചേച്ചിയെ കൊന്നു, അച്ഛൻ്റെ അനിയത്തിയെ കൊന്നു, അച്ഛൻ്റെ അമ്മയെ കൊന്നു. അപ്പോൾ ആ കുഞ്ഞ് ചെന്ന് ചോദിക്കുകയാണ്, അങ്കിളെ എന്നെ ഒന്നും ചെയ്യല്ലേ എന്ന് ചോദിക്കുമ്പോൾ ആ കുഞ്ഞ് നമ്മൾ തന്നെ ഒന്ന് ചിന്തിച്ചു നോക്കുക. ഒരു കൊലപാതകയുടെ അടുത്ത് നിന്ന് യാചിക്കുവാണ് എന്നെ ഒന്നും ചെയ്യല്ലേ എന്ന്. പക്ഷെ യാതൊരു വീട്ടിൽ ചെന്ന് ഉറപ്പായിട്ടും. അപ്പൊ ഇത്ര സ്വാതന്ത്ര്യത്തോടെ ആ വീട്ടിൽ കയറി ഇറങ്ങി ആ വീട്ടുകാർക്ക് തന്നെ ഒരു ശാപമായിട്ട് ശരിക്കും പറഞ്ഞാൽ മാറിപ്പോയി എന്ന് വേണമെങ്കിൽ പറയാം. അപ്പൊ അങ്ങനെ ഇരിക്കുക ആ കുഞ്ഞ് ആ കൊലപാതകിയുടെ അടുത്ത് കാല് പിടിച്ച് കെഞ്ചി പറഞ്ഞു എന്നെ ഒന്നും ചെയ്യരുതെന്ന്. പക്ഷെ അയാൾ അതുപോലും കേൾക്കാതെ ആ കുഞ്ഞിനെ ഞാൻ കേട്ടത് പ്രകാരം തലയോട്ടി 4 വെട്ടിപ്പിളർന്ന് തലച്ചോറ് ഉൾപ്പെടെ പുറത്ത് ചാടിയ നിലയിലായിരുന്നു. എനിക്ക് തോന്നുന്നു ഏറ്റവും ക്രൂരമായിട്ട് കൊല ചെയ്യപ്പെട്ടത് ചിലപ്പോൾ ആ കുഞ്ഞായിരിക്കും, ആ ആൺകുഞ്ഞായിരിക്കും ചിലപ്പോൾ. പോലീസ് വന്ന് കാണുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഇതുപോലെ ആ തലയോട്ടി വെട്ടി ആ തലച്ചോറ് പുറത്ത് വീണ് കിടക്കുന്നതാണ്. നമ്മൾ അതിൻ്റെ ആ ഒരു ഭീകരത എന്താണെന്നുള്ളത് ശരിക്കും മനസ്സിലാക്കേണ്ടതാണ്. അങ്ങനെ ഇയാൾ ഈ കൊലപാതകം മുഴുവൻ നടത്തി. പിറ്റേന്ന് ഇയാൾക്ക് ഗൾഫിൽ പോകണം, പക്ഷെ ഇയാൾ പോയില്ല. പകരം വെളുപ്പിനെയാണ് വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയത്. അതുകൂടാതെ പല കാര്യങ്ങൾ ഇയാൾ ആ വീട്ടിൽ ഇത് താനല്ല ചെയ്തതെന്ന് ഉറപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പല കാര്യങ്ങളും അയാൾ അവിടെ ചെയ്തു വെച്ചിട്ടാണ് പോയത്. ഭിത്തിയിൽ എഴുതി വെക്കുന്നു. നമ്മൾ ഒരു സിനിമയിൽ നമ്മൾ ആ സീൻ കണ്ടിട്ടുണ്ട്. അത് പടം ഏതാണെന്ന് എനിക്ക് കൃത്യം ഓർമ്മ വരുന്നില്ല, പക്ഷെ കലാഭവൻ മണിയുടെ ഒരു സിനിമയാണ്. അപ്പോൾ ഈ കൊലപാതകം ചുവരിൽ വരച്ചിരിക്കുന്ന ഒരു അമ്പിന്റെയും വില്ലിന്റെയും അതെ. അപ്പൊ അത് സൂചിപ്പിക്കുന്ന തരത്തിലുള്ള ചിത്രത്തിന്റെ കാര്യമാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചത്. അപ്പോൾ ഇതുപോലെ ക്രൂരമായ രീതിയിൽ കൊലപ്പെടുത്തി അതിൽ താനല്ല കൊന്നത് എന്ന് വരുത്തി തീർക്കുന്നതിന് വേണ്ട പല കാര്യങ്ങളും അന്നേ ദിവസം ഈ പറയുന്ന ആന്റണി ആ വീട്ടിൽ ചെയ്തു. പക്ഷേ ആന്റണിക്കുള്ള കുരുക്ക് ആന്റണി തന്നെ അവിടെ വരുത്തി വെച്ചിട്ടാണ് പോയത്. ഇനി അതിലേക്ക് നമുക്ക് എത്താം. പക്ഷേ ഈ ആന്റണിയുടെ പശ്ചാത്തലം പരിശോധിക്കുമ്പോൾ അതിക്രൂരമായിട്ടാണ് ഈ കൊലപാതകം ചെയ്തിട്ടുള്ളത്. തലയ്ക്ക് വെട്ടി വീഴ്ത്തി മുടി ചുരുട്ടി പിടിച്ച് ഭിത്തിയിലിടിച്ച് കൊലപ്പെടുത്തിയ ശേഷം കൊല ഉറപ്പിക്കാൻ വേണ്ടിയിട്ട് കോടാലി കൊണ്ട് വെട്ടി വീണ്ടും തുടരെ വെട്ടി കൈഞ്ഞരമ്പ് മുറിച്ച് ആ വീട്ടിൽ ചെയ്യാവുന്നതിനപ്പുറത്തേക്ക് ക്രൂരത ചെയ്തതിന് ശേഷമാണ് ആന്റണി പോകുന്നുമില്ല. ആ രാത്രി മുഴുവൻ ഈ കൊച്ചുറാണിക്കും ക്ലാരയ്ക്കും ഒപ്പം ആ മൃതദേഹങ്ങൾക്കൊപ്പം കാത്തിരിക്കുകയാണ് ഈ കുടുംബം തിരിച്ചു വരാനായിട്ട്. ഇത്രയും കൊലപാതകങ്ങൾ ചെയ്ത, ഇത്രയും ക്രൂരമായി കൊലപാതകം ചെയ്ത ആന്റണിക്ക് പക്ഷേ മറ്റ് ക്രിമിനൽ പശ്ചാത്തലങ്ങൾ ഇല്ലായിരുന്നു. തീർച്ചയായിട്ടും ഇല്ലായിരുന്നു. അന്ന് കൊച്ചുറാണി പറഞ്ഞ ആ വാക്കാണ് ആന്റണിയെ ഇത്രയും പ്രകോപിപ്പിച്ചത്. കാരണം താൻ ഗൾഫിലേക്ക് പോവുകയാണ്. അപ്പൊ ഈ പറയുന്നത് പോലെ കൊച്ചുറാണി പൈസ തരാമെന്ന് പറഞ്ഞത് മേടിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ആന്റണി അവിടെ പോയത്. പക്ഷെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്, ഇത്ര ക്രൂരമായ മാനസിക ചിന്തയോടുകൂടി നടക്കുന്ന വ്യക്തിയായിരുന്നു ആന്റണി എന്നുള്ളത്. തനിക്ക് പൈസ തരാൻ തന്റെ കയ്യിൽ ഇല്ലായിരുന്നു എന്ന് ചിലപ്പോൾ സ്നേഹത്തോടെ ആയിരിക്കാം, നമുക്ക് എങ്ങനെയാ പറഞ്ഞിരിക്കുന്നത് നമുക്ക് കൃത്യമായ വിവരങ്ങളില്ല. ചിലപ്പോൾ ആ ഒരു പറഞ്ഞ രീതിയാണോ, ഇല്ലെങ്കിൽ തരാമെന്ന് പറഞ്ഞ പൈസ ഈ പറയുന്ന തന്റെ കാമുകി അല്ലെങ്കിൽ കൊച്ചുറാണി തരാതിരുന്നതാണോ പ്രകോപിപ്പിച്ചത് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. ഇത് കണ്ടു, അല്ലെങ്കിൽ താൻ ഈ വീട്ടിലേക്ക് വരുന്നത് കണ്ടു എന്നതിന്റെ പേരിലാണ് ആ ഒരു കുടുംബത്തെ മുഴുവൻ ഇല്ലാതാക്കിയത്. അതൊക്കെയാണ് ഇതിലെ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. അപ്പോൾ ഈ പറയുന്ന പോലെ പിറ്റേ ദിവസം ഈ ആന്റണി ആ വീട്ടിൽ നിന്ന് പോകുകയാണ്. അങ്ങനെ ഈ കൊലപാതകം നടന്നതിന്റെ പിറ്റേ ദിവസമാണ് ഈ മാഞ്ഞൂരാൻ അഗസ്റ്റിന്റെ ഭാര്യ ബേബിയും ഈ ബേബിയുടെ തറവാട്ട് വീട്ടിലേക്ക് ഇവർ കുടുംബസമേതം ചെല്ലാമെന്ന് പറഞ്ഞിരുന്ന ഒരു ദിവസമായിരുന്നു ഇതിന്റെ പിറ്റേ ദിവസം. അങ്ങനെ ഇരിക്കെ രാവിലെ ഇവർ ചെല്ലുന്നില്ല, ഉച്ചയാവുമ്പോഴും ചെല്ലുന്നില്ല തറവാട്ട് വീട്ടിലേക്ക്. ഇവർ മാഞ്ഞൂരാൻ വീട്ടിലേക്ക് സ്ഥിരമായിട്ട് ഇങ്ങനെ വിളിച്ചുകൊണ്ടേയിരിക്കുകയാണ്. എന്തുകൊണ്ട് കാണുന്നില്ല? ആ വീട്ടുകാരിങ്ങനെ വിളിക്കും. നമ്മളാണെങ്കിലും ഒരു നേരം കഴിഞ്ഞ് വിളിക്കുക, എവിടെ എത്തി എന്നുള്ള ചോദ്യം ഉണ്ടാവുമല്ലോ. ഇവർ ഫോൺ എടുക്കുന്നേ ഇല്ല. അങ്ങനെ രാത്രി ഏറെ വൈകി ഇവർ ഈ വീട്ടിലേക്ക് ചെല്ലുവാണ്. ഈ കുടുംബത്തെ അന്വേഷിച്ച് തറവാട്ട് വീട്ടിലെ അംഗങ്ങൾ അവിടെ ചെല്ലുമ്പോൾ കാണുന്നത് അവർ പകച്ചുപോയി എന്ന് വേണമെങ്കിൽ പറയണം. കാരണം മുഴുവൻ രക്തപ്പുഴയാണ്.
അതുപോലെ തന്നെ ഈ അറവുശാലയ്ക്ക് സമാനമായ രീതിയിൽ രക്തത്തിൻ്റെ മണവും. അപ്പം അതിൻ്റെ ആ ഒരു ഭീകരത നമുക്ക് തന്നെ, നമ്മൾ ഒരു വാതിൽ തുറന്ന് നമ്മൾ നോക്കുമ്പോൾ കാണുന്നത് രക്തപ്പൊഴി ഒഴുകി കുറേ മൃതദേഹങ്ങൾ, അവിടെ ചുമരിൽ രക്തം, എന്തൊക്കെയോ പ്രിയപ്പെട്ടവരുടെ എന്തൊക്കെയോ എഴുതിയിരിക്കുന്നു. പെട്ടെന്ന് ഇത്രയും ഒരു കുടുംബത്തിലെ എല്ലാവരും കിടക്കുകയാണ്, നിരന്ന് മരിച്ചു കിടക്കുകയാണ്, അതും ക്രൂരമായ കൊലപാതകത്തിലൂടെ. അപ്പോൾ ഇത് മുഴുവൻ കണ്ട് അവർ നാട്ടുകാരെ വിളിച്ചു കൂട്ടുന്നു, പിന്നീട് അത് പോലീസിനെ വിവരം അറിയിക്കുന്നു. പക്ഷേ അതിലൊക്കെ ഉപരി ആന്റണിയാണ് ഇത് കൊന്നത് എന്നുള്ള ഒരു തുമ്പ് പോലീസിന് പിന്നീട് ലഭിക്കുകയാണ്. ശേഷം കൊലപാതകിയെ പോലീസ് കണ്ടെത്തുന്നു, അത് കോടതിക്ക് മുൻപാകെ എത്തുന്നു. പിന്നീട് ആന്റണിക്ക് വധശിക്ഷ കോടതി വിധിക്കുകയാണ്. പക്ഷേ പിന്നീട് കേസിൽ ഇളവ് വന്ന് ആ കേസ് ആന്റണിക്ക് പിന്നീട് അത് ജീവപര്യന്തമായി മാറുന്നുണ്ട്. പക്ഷേ ഇവിടെ തെളിയിക്കപ്പെടാത്ത കുറച്ച് കാര്യങ്ങളുണ്ട്. അത് ഒന്നാമത്തത്, ഏറ്റവും പ്രധാനപ്പെട്ടത്, ഈ ഇത്രയധികം കൊലപാതകങ്ങൾ, 6 പേരെ കൊലപാതകങ്ങൾ എങ്ങനെ ഒരാൾ ചെയ്യുമെന്നുള്ളത്, അതുപോലെ ക്രിമിനൽ പശ്ചാത്തലമില്ലാത്ത ഒരു വ്യക്തി. 2, ഈ പറയുന്ന കൊച്ചുറാണിയുടെ ശരീരത്തില് ശുക്ലത്തിന്റെ അംശം ഉണ്ടായിരുന്നു. അത് ആരുടേത്? അടുത്തത്, ഈ അഗസ്റ്റിൻ, അതായത് കൊല്ലപ്പെട്ട അഗസ്റ്റിനും അഗസ്റ്റിന്റെ മറ്റു ബന്ധുക്കളും തമ്മിൽ സ്വത്ത് തർക്കങ്ങൾ രൂക്ഷമായിരുന്നു, ബന്ധുക്കൾ തമ്മിൽ. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇത് അങ്ങനെ ഒരു സംഭവിച്ച കൊലപാതകമാണോ എന്നുള്ളൊരു ആന്റണിയുടെ അപ്പീലിലടക്കം സഹായിച്ചത് കുടുംബമാണ്. കാരണം അത് വധശിക്ഷയായിരുന്നത് പിന്നീട് ജീവപര്യന്തമാക്കി ശിക്ഷ ഇളവ് ലഭിച്ചത്, ഈ പറയുന്ന ആന്റണിയെ പുറത്തിറക്കാനും മറ്റും സഹായിച്ചത് ഈ പറയുന്ന അഗസ്റ്റിന്റെ കുടുംബമാണെന്ന് വരെ പുറത്തു വരുന്നുണ്ട് റിപ്പോർട്ടുകൾ. അപ്പൊ ഇത്തരം സംശയങ്ങൾ സത്യത്തിൽ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട് ഈ കേസിൽ. നമ്മൾ ഈ അഫാന്റെ ഒക്കെ കേസ് നമ്മൾ നേരത്തെ പരിശോധിച്ചപ്പോൾ അഫാന്റെ അഫാൻ നടത്തിയ കൊലപാതകമാണ് ഏറ്റവും വലുത് എന്നുള്ളതാണ്. പക്ഷെ അതിനു മുൻപും 2000കളിലും ഇതുപോലെ കൊലപാതകങ്ങൾ നടന്നിട്ടുണ്ട് എന്നുള്ളതാണ്. അഫാനും മയക്കുമരുന്ന് ഉപയോഗിച്ചിട്ടില്ല, അതുപോലെ തന്നെ ഈ പറയുന്ന ആന്റണിയും മയക്കുമരുന്ന് ഉപയോഗിച്ചിട്ടില്ല. നമുക്ക് അങ്ങനെ തന്നെ അതിനെ പറയാൻ സാധിക്കും. അപ്പോൾ ഇത്തരം കാര്യങ്ങളൊന്നും ചെയ്തില്ലെങ്കിലും മനുഷ്യന്റെ മനസ്സ് എന്തുകൊണ്ട് ഇത്ര പൈശാചികമായി മാറുന്നു എന്നുള്ളത് ശ്രദ്ധിക്കേണ്ടതല്ലേ മേഘ? അതെ, ഒരു രാത്രിയോലെ കൊലപാതകം ചെയ്തതിന് ശേഷം ആ മൃതദേഹങ്ങൾക്കൊപ്പം കാത്തിരുന്ന്, അതും പരിചയമുള്ള ആൾക്കാരെ, നമ്മളൊന്ന് മുഖത്ത് നോക്കി ചിരിച്ചിട്ടുള്ള ആൾക്കാരെ നമുക്ക് ഉപദ്രവിക്കാൻ കഴിയില്ല. അതുപോലെ രാത്രി കാത്തിരുന്ന് കൊലപാതകം ചെയ്തതിന് ശേഷം വീണ്ടും കൊല ഉറപ്പിക്കാനായിട്ട് വീണ്ടും മാരകായുധങ്ങൾ കൊണ്ട് മുറിവേൽപ്പിക്കുക, വെറും അടുത്ത് ഓടിക്കളിച്ച് നടന്ന കുഞ്ഞിനെ ഉപദ്രവിക്കുക, ഇതൊക്കെ നമുക്ക് വിശ്വസിക്കാൻ ഏറെ ബുദ്ധിമുട്ടുള്ള കാര്യങ്ങളാണ്. തീർച്ചയായിട്ടും പറഞ്ഞതുപോലെ തന്നെയാണ് കാര്യങ്ങൾ. അത്രയേറെ സ്വാതന്ത്ര്യമുള്ള ഒരു വീടായിരുന്നു അഗസ്റ്റിൻ, അതുപോലെ സ്വാതന്ത്ര്യം നൽകിയ ഒരു വീട്. പിന്നെ ഇതില് മറ്റൊരു ചോദ്യം എന്ന് പറയുന്നത്, ആലുവയുടെ നഗരമധ്യത്തിലായിരുന്നു ഈ വീട്. ഈ വീട് പിന്നീട് പൊളിച്ചു മാറ്റപ്പെട്ടു, കുറെ നാൾ ഉപയോഗിക്കാതെ ഉണ്ടായിരുന്നു. പക്ഷെ നഗരമധ്യത്തിൽ ജനവാസ മേഖലയിലൊക്കെ ഇത്രയും വലിയൊരു ക്രൂരകൃത്യം നടന്നിട്ട് മറ്റുള്ളവർ ശബ്ദം കേട്ടില്ലേ, അയൽവക്കത്തുള്ളവർ ഇത് അറിഞ്ഞില്ലേ എന്നുള്ളതൊരു ചോദ്യം തന്നെയല്ലേ? പിന്നെ തീർച്ചയായിട്ടും അതും ഈ പോലീസിനെ മുന്നിൽ നിർത്തുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. അതായത് ഈ സംഭവം നടന്നതിന് ശേഷം പോലീസിന് ഉത്തരം ലഭിക്കാത്ത കുറെ കാര്യങ്ങൾ നമ്മൾ നേരത്തെ സൂചിപ്പിച്ച പോലെ, ഏറ്റവും പ്രധാനം കൊച്ചുറാണിയുടെ ശരീരത്തിലുണ്ടായിരുന്ന ആ ശുക്ലത്തിന്റെ അംശം എവിടുന്ന്, ഈ കൊലപാതകം ഒരു കാരണവശാലും ഒറ്റയ്ക്ക് നടത്താൻ സാധിക്കുന്ന ഒരു കാര്യമല്ല എന്നുള്ള പോലീസിന്റെ ഒരു സംശയം. അതുപോലെ തന്നെ ഇപ്പോൾ മേഘ സൂചിപ്പിച്ച കാര്യം തന്നെയാണ്, ഈ ആലുവ നഗരമധ്യത്തിൽ ഇത്തരത്തിലൊരു വലിയ കൊലപാതകം, അത് 1, 2, 6 പേരാണ്, ഒരു കുടുംബം മുഴുവനും ഇല്ലാതാക്കിയ ഒരു കൊലപാതകം. സ്വാഭാവികമായും ഒരാളെ കൊല്ലുമ്പോൾ പോലും ഒച്ച പുറത്തു വരുന്നതാണ്. അപ്പൊ എങ്ങനെയാണ് ഒരു ഒറ്റ രാത്രി കൊണ്ട് ഇത്രയധികം 6 കൊലപാതകങ്ങൾ എങ്ങനെ നടത്തി എന്നുള്ള ചോദ്യം, ഇതിനൊന്നും പോലീസിന് ഇതുവരെ ഉത്തരം ലഭിച്ചിട്ടില്ല എന്ന് വേണം പറയാനായിട്ട്. അപ്പോൾ മേഘ നേരത്തെ പറഞ്ഞ കാര്യമാണ്, ഈ ആലുവയുടെ നഗരമധ്യത്തിലുണ്ടായിരുന്ന ആ ഒരു വീട് ശരിക്കും ഒരു തുരുമ്പിച്ച ഒരു ഗേറ്റ് മാത്രമേ ഉള്ളൂ. ശരിക്കും ആ ഒരു വീടിന്റെ ആ ഭാഗത്തേക്ക് നോക്കുമ്പോൾ സത്യം പറഞ്ഞാൽ വളരെ പേടിപ്പെടുത്തുന്ന ഒരു ഓർമ്മകളാണ് ഓരോരുത്തർക്കും വരുന്നത്. ഈ ആന്റണിയെ പിടികൂടുന്നത് ആഴ്ചകൾക്ക് ഇപ്പുറമാണ്. അത്രയുമേറെ ആഴ്ചകൾ ആലുവയിൽ താമസിച്ചിരുന്ന ആൾക്കാർക്ക് ഉണ്ടായ ഭീതി വളരെ വലുതാണ്. തൊട്ടടുത്തുള്ളവരാണ്. ഈ ചുവരിൽ വരച്ചിരുന്ന അമ്പിന്റെയും വില്ലിന്റെയും ചിത്രം, ഇതൊരു സീരിയൽ കൊലപാതകമാകുമോ, തുടരെ ഞങ്ങളുടെ വീടുകളിലും ഇത്തരം കൊലപാതകങ്ങൾ സംഭവിക്കുമോ എന്ന് പേടിച്ച് ആലുവ നിവാസികൾ കഴിഞ്ഞിരുന്ന ആഴ്ചകളായിരുന്നു പിന്നീട് ഉണ്ടായിരുന്നത്. അതിനുശേഷമാണ് ആന്റണിയെ പിടികൂടുന്നത്. എനിക്ക് തോന്നുന്നു ആന്റണിയെ പിടികൂടുന്നതും വളരെ നാടകീയമായി ഭാര്യയുടെ ഇൻവോൾവ്മെന്റോട് കൂടിയാണ്. തീർച്ചയായിട്ടും. ഇപ്പോൾ ആ ഒരു വീട് ശരിക്കും പൊളിച്ചു മാറ്റപ്പെട്ടു. നമ്മൾ ഇനിയിപ്പോൾ ആ ഒരു ഇതിലേക്ക് കഴിഞ്ഞ് നമ്മൾ അടുത്ത ഒരു ലെവൽ ചിന്തിക്കുകയാണെങ്കിൽ, ഈ പറയുന്ന കൂട്ടക്കൊലപാതകം നടന്ന ആ വീട്ടിലേക്ക് പിന്നെ ആരും തിരിഞ്ഞു നോക്കാതെയായി, അത് കാട് പിടിച്ചു മൂടി, ആ വീട് കംപ്ലീറ്റ്ലി മൂടി. ശേഷം അത് പൊളിച്ചു നീക്കുകയാണ് ചെയ്തത്. അവിടെ ഒരു തുരുമ്പിച്ച ഗേറ്റ് മാത്രമുള്ളൂ എന്നുള്ളതാണ് നമുക്ക് ഇപ്പോൾ ലഭിക്കുന്ന വിവരങ്ങൾ. പിന്നീട് ആ പ്രദേശത്ത് പുതിയൊരു വീട് പൊങ്ങി. എന്നിരുന്നാൽ പോലും ആ പ്രദേശത്ത് താമസിക്കുന്നവർക്ക് എത്ര പുതിയ വീട് വന്നു എന്ന് പറഞ്ഞാലും ആ പഴയ വീടും ആ ആളുകളും സ്ഥലവും
അതൊരു പ്രധാനപ്പെട്ട ഘടകം തന്നെയാണ്, അങ്ങനെ തന്നെയാണല്ലോ. അതെ, ഇപ്പോഴത്തെ കേസിന്റെ സ്ഥിതി എന്താണ്? അല്ല, ഇപ്പോ ആ കൊലപാതകം നടന്നു, ആ പ്രതിയെ പിടികൂടി ജീവപര്യന്തം ശിക്ഷ അനുഭവിക്കുകയാണ് ആന്റണി. അതുകൂടാതെ ആ വീട് പൊളിച്ചു മാറ്റി പുതിയൊരു വീട് വെച്ചു. സർവം ശാന്തമെന്ന് പറഞ്ഞാൽ പോലും അവിടെ ആ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന ആളുകൾക്ക് ഒരിക്കലും മറക്കാൻ പറ്റില്ലാത്ത, അല്ലെങ്കിൽ ആ കേസ് അന്വേഷിച്ചിരുന്ന പോലീസുകാർക്ക് അത് മറക്കാൻ പറ്റാത്ത ഒരു കേസ് അന്വേഷണമായി മാറിയിട്ടുണ്ട് എന്നേ പറയാനുള്ളൂ. ഒരുപാട് ചോദ്യങ്ങൾ ബാക്കി വെച്ചാണ് മാഞ്ഞൂരാൻ കുടുംബത്തിലെ അഗസ്റ്റിൻ, ഭാര്യ ബേബി, മക്കളായ ദിവ്യ, ജെയ്സൺ, അഗസ്റ്റിന്റെ അമ്മ ക്ലാര, കൊച്ചുറാണി, സഹോദരി കൊച്ചുറാണി എന്നിവർ മരണപ്പെട്ടത്. ഇതിൽ ആന്റണി എന്ന ആളിലേക്ക് വിരൽ ചൂണ്ടിയെങ്കിലും ശിക്ഷ അയാൾക്ക് ലഭിച്ചുവെങ്കിലും ചോദ്യങ്ങൾ അനവധിയാണ്. ഈ ചോദ്യങ്ങൾക്ക് ഇനി ഉത്തരമുണ്ടാകുമോ എന്ന ചോദ്യവും ഉയരുകയാണ്. എന്തായാലും ഈ എപ്പിസോഡിൽ നമ്മോടൊപ്പം ഉണ്ടായിരുന്നത് വീണയാണ്. താങ്ക് യു.